രാജ്യത്തെ ആദ്യ ഹരിത ബോട്ട് ആംബുലൻസ് കം മെഡിക്കൽ ഡിസ്പെൻസറി ഇനി കടമക്കുടിക്ക് സ്വന്തം. സോളാർ പവറും വൈദ്യുതിയും ഉപയോഗിച്ച് പ്രവർത്തിക്കുന്ന ഹൈബ്രിഡ് മാതൃകയിലാണ് ബോട്ട് രൂപകൽപ്പന ചെയ്തിരിക്കുന്നത്. ഇത്തരത്തിലുള്ള രാജ്യത്തെ ആദ്യ ബോട്ടാണിതെന്ന നേട്ടവും ഇതിനുണ്ട്. പഞ്ചായത്തിലെ 13 കൊച്ചു ദ്വീപുകളിലുമായി ആഴ്ചയിൽ 6 ദിവസം രാവിലെ 9 മുതൽ വൈകിട്ട് 4 വരെയാണ് സേവനം ലഭിക്കുക. ഡോക്ടർ, നഴ്സ്, ഫാർമസിസ്റ്റ്, അറ്റൻഡർ എന്നിവരടങ്ങിയ സംഘം ഇതിലുണ്ടാകും. ഒരാശുപത്രിക്ക് ആവശ്യമായ സകല സൗകര്യങ്ങളോടും കൂടിയാണ് ബോട്ട് ആംബുലൻസ് പ്രവർത്തിക്കുക. ഞാനിപ്പോൾ മറൈൻ ആംബുലൻസിൽ അല്ലെങ്കിൽ ബോട്ട് ആംബുലൻസിന്റെ ഉൾഭാഗത്താണുള്ളത്. ഇവിടെ എന്തൊക്കെ സൗകര്യങ്ങളുണ്ടെന്ന് നമുക്ക് നോക്കാം. ഏറ്റവും ഫ്രണ്ട് വശത്തായിട്ട് ബോട്ട് ഓടിക്കുന്ന ആൾ, അതോടൊപ്പം തന്നെ അയാളെ സഹായിക്കാൻ ഇരിക്കുന്ന ആൾക്കാർക്കായിട്ടുള്ള സൗകര്യമാണുള്ളത്. അതിനുശേഷം കുറച്ച് പുറകോട്ടേക്ക് വന്നാൽ ഇവിടെയാണ് ഡോക്ടർ ഇരിക്കുക. ഡോക്ടർ ഇരുന്നുകൊണ്ട് രോഗിയെ നോക്കുക. അതിനുശേഷം ഇപ്പുറത്തേക്ക് ഇടതുവശത്തേക്ക് വന്നാൽ രോഗിയെ കിടത്തി ചികിത്സിക്കാനുള്ള സൗകര്യമാണ്. അതിനായി ഒരു ബെഡും ഇവിടെ ഒരുക്കിയിട്ടുണ്ട്. അതിനുശേഷം ഇവിടെ വാഷ്റൂം ഫെസിലിറ്റി ഉണ്ട്. കുറച്ച് പിന്നോട്ടേക്ക് വന്നാൽ, അതായത് ഈ ബോട്ടിൻ്റെ നടുഭാഗത്തേക്ക് വന്നാൽ ഇവിടെ ലബോറട്ടറി സൗകര്യമുണ്ട്. ലബോറട്ടറിക്ക് വേണ്ട എല്ലാ സൗകര്യവും ഇവിടെ സജ്ജമാണ്. അതിനുശേഷം അതിൻ്റെ പുറകിലേക്ക് വന്നാൽ ഫാർമസി സൗകര്യവും ഇവിടെ ലഭ്യമാണ്. അങ്ങനെ ഒരു ആശുപത്രിക്ക് വേണ്ട എല്ലാ സൗകര്യങ്ങളും ഈ ബോട്ട് ആംബുലൻസിനുള്ളിൽ തന്നെ ലഭ്യമാണ്. പിഴല പ്രാഥമിക ആരോഗ്യ കേന്ദ്രത്തിന് സമീപത്തു നിന്നുമാണ് മറൈൻ ആംബുലൻസ് കം ഡിസ്പെൻസറിയുടെ ആദ്യ സർവീസ് ആരംഭിച്ചത്. വ്യവസായ മന്ത്രി പി രാജീവ് ബോട്ട് ഫ്ലാഗ് ഓഫ് ചെയ്തു. വളരെ അഭിമാനകരമായ ഒരു സന്ദർഭമാണ്. രാജ്യത്തെ തന്നെ ആദ്യത്തെ ഗ്രീൻ ആംബുലൻസാണ് ഇപ്പോൾ ഈ ബോട്ട് സംവിധാനത്തിലൂടെ ഇവിടെ ഇന്ന് ലോഞ്ച് ചെയ്യുന്നത്. കൊച്ചി ആസ്ഥാനമായുള്ള യൂണിഫീഡർ എന്ന രാജ്യാന്തര ലോജിസ്റ്റിക് കമ്പനിയുടെ CSR ഫണ്ട് ഉപയോഗിച്ചാണ് ബോട്ട് ആംബുലൻസ് നിർമ്മിച്ചിരിക്കുന്നത്. പ്ലാനറ്റ് എർത്ത് എന്ന സാമൂഹിക സംഘടന 2 വർഷം പ്രവർത്തനങ്ങൾ വിലയിരുത്തി പദ്ധതി മുന്നോട്ട് കൊണ്ടുപോകും. 2 വർഷത്തിനു ശേഷം ആംബുലൻസ് ഡിസ്പെൻസറി പൂർണ്ണമായും കടമക്കുടി ഗ്രാമപഞ്ചായത്തിന് കൈമാറും. യൂണിഫീഡർ മേഖല ഡയറക്ടർ CM മുരളീധരൻ കടമക്കുടി പഞ്ചായത്ത് പ്രസിഡന്റ് മേരി വിൻസെന്റിന് ബോട്ടിന്റെ താക്കോൽ കൈമാറി. ലാബ് സൗകര്യങ്ങളോട് കൂടിയ ഒരു ആധുനിക സൗകര്യങ്ങളോട് കൂടിയ ഒരു ആംബുലൻസാണ് ഇത്. കൂടുതൽ ആൾക്കാർക്ക് ഇപ്പം തന്നെ പ്രയോജനമാണ്, ഒന്നുകൂടെ കൂടുതൽ പ്രയോജനകരമാകുമെന്ന് അത്രേ പറയാം. OP കൺസൾട്ടേഷനും അടിയന്തര സേവനങ്ങൾക്കും ആവശ്യമായ മുഴുവൻ മെഡിക്കൽ ഉപകരണങ്ങളും അടങ്ങിയ ആംബുലൻസ് ഡിസ്പെൻസറി വീടുകളിൽ സേവനമെത്തിക്കും. ഈ ദ്വീപുകളിൽ നിന്നും ചികിത്സ തേടി പുറത്തുപോകുന്ന 2400 രോഗികൾക്ക് ആദ്യഘട്ടത്തിൽ ഇതിന്റെ പ്രയോജനം ലഭിക്കും. ആഴ്ചയിലൊരിക്കൽ മെഡിക്കൽ സ്റ്റാഫ് സന്ദർശിച്ച് പരിശോധന നടത്തി മരുന്നും മറ്റ് ചികിത്സയും ലഭ്യമാക്കും. യാത്രാ പ്രതിസന്ധി നേരിടുന്ന ദ്വീപിലെ നിവാസികൾക്ക് വലിയ ആശ്വാസമാണ് ഈ പദ്ധതി. കടമക്കുടി പഞ്ചായത്തിലെ 13 ദ്വീപുകൾക്ക് മെഡിക്കൽ ആവശ്യത്തിനായി ഇനി മറ്റെങ്ങും പോവേണ്ടതില്ല. രാജ്യത്തെ ആദ്യ ഹരിത മറൈൻ ആംബുലൻസ് പൂർണ്ണമായും പ്രവർത്തന സജ്ജമായിരിക്കുന്നത്. ക്യാമറമാൻ സുജ എഡ്വേർഡിനൊപ്പം സ്നേഹമോൾ നൈനാൻ, മാതൃഭൂമി ന്യൂസ്, കൊച്ചി. സ്നേഹമോൾ നൈനാൻ ചേരുന്നുണ്ട് തത്സമയം. സ്നേഹ, കൃത്യസമയത്ത് ചികിത്സ കിട്ടിയില്ല, ആശുപത്രിയിൽ എത്തിക്കാൻ വൈകി, അങ്ങനെയൊക്കെ ഒരുപാട് വാർത്തകൾ നമ്മൾ കാണാറുണ്ട്. പക്ഷെ ഇതിപ്പോൾ എന്തായാലും ഒരു ആംബുലൻസ് ബോട്ടാണ് എന്ന് കരുതി ആ ബോട്ടിൽ വേണ്ട സജ്ജീകരണങ്ങൾക്കൊന്നും കുറവില്ല, എല്ലാ സൗകര്യങ്ങളും ഉണ്ട്. എന്തായാലും കടമക്കുടിക്കാരെ സംബന്ധിച്ചിടത്തോളം അവരുടെ പ്രശ്നങ്ങൾക്കൊക്കെ ഒരു പരിധി വരെയുള്ള ഒരു ആശ്വാസമായിട്ടുണ്ടാകും. അവരെ സംബന്ധിച്ചിടത്തോളം വലിയൊരു സന്തോഷമായിരിക്കും അല്ലേ? കടമക്കുടി പഞ്ചായത്തിലെ ആരോഗ്യരംഗം കൂടുതൽ പുരോഗതിയിലേക്ക്, അതുതന്നെയാണ് നമുക്ക് ഈ പദ്ധതിയിലൂടെ കാണാൻ സാധിക്കുക. രാജ്യത്തെ ആദ്യ ഹരിത മറൈൻ ആംബുലൻസ് കം ഡിസ്പെൻസറി, ഈ ഒരു പദ്ധതി ഒരു സ്വപ്ന പദ്ധതിയാണ്. കടമക്കുടിക്കാരുടെ എല്ലാം, ഈ ദ്വീപ് നിവാസികളുടെ എല്ലാം ഈ സ്വപ്ന പദ്ധതിയാണ് ഇവിടെ സാക്ഷാത്കൃതമായിരിക്കുന്നത്. ഒരു കാര്യം എടുത്തു പറയേണ്ടതായിട്ടുണ്ട്. ഇത് ആദ്യമായല്ല, ഇതിനു മുന്നേയും ഒരു ബോട്ട് ഡിസ്പെൻസറി ഇവർക്കുണ്ടായിരുന്നു. പക്ഷേ ഈ പഞ്ചായത്ത് ലീസിനെടുത്തായിരുന്നു ഇത് നടത്തി വന്നിരുന്നത്. അതായത് ഈ എല്ലാ ദ്വീപുകളിലും ഈ കിടപ്പ് രോഗികളായിക്കൊള്ളട്ടെ, ആശുപത്രിയിലെത്താൻ സൗകര്യമില്ലാത്തവരായിക്കൊള്ളട്ടെ, അവരുടെ അടുത്ത് ചെന്ന് അവർക്ക് സേവനം ലഭ്യമാക്കുന്ന ഒരു പദ്ധതിയായിരുന്നു. ഈ പദ്ധതി ലീസിനെടുത്തായിരുന്നു ഈ ബോട്ട് ഇവർ വാങ്ങി ഇത് നടത്തിക്കൊണ്ടിരുന്നത്. ഇപ്പോൾ അങ്ങനെയല്ല, കടമക്കുടിക്ക് സ്വന്തമായി ഒരു ബോട്ട് ആംബുലൻസ് കം മെഡിക്കൽ ഡിസ്പെൻസറിയാണ് സാധ്യമായത്. ഇവരുടെ ഒരു സ്വപ്ന സാക്ഷാത്കൃതമായി എന്ന് തന്നെ പറയേണ്ടിയിരിക്കുന്നു. നമുക്ക് ആ ബോട്ടിൻ്റെ ഉള്ളിൽ കയറുമ്പോൾ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും, ഒരാശുപത്രിക്ക് വേണ്ട പ്രധാനമായ അല്ലെങ്കിൽ പ്രാഥമികമായ എല്ലാ കാര്യങ്ങളും അതിലുണ്ട്. ഡോക്ടർക്ക് സ്വസ്ഥമായിരുന്ന് രോഗിയെ ചികിത്സിക്കാം. അതിനുശേഷം കിടത്തി ചികിത്സയെങ്കിൽ അങ്ങനെയും ആവാം. ഒരു വാഷ്റൂമുണ്ട്.
അതിനുശേഷം പുറത്തേക്ക് ഇറങ്ങുമ്പോൾ ലബോറട്ടറിയുടെ സേവനമുണ്ട്. ഒരു ബോട്ടിൽ ഒരു ലബോറട്ടറിയുടെ സേവനം എത്രമാത്രം ലഭ്യമാകാൻ സാധിക്കും എന്നുള്ളതൊക്കെ നമുക്ക് മുൻകാലഘട്ടങ്ങളിലൊന്നും ചിന്തിക്കാൻ പോലും സാധ്യമല്ലായിരുന്നു. അതിനുശേഷം ഏറ്റവും അങ്ങേ അറ്റത്തായിട്ട് ബോട്ടിന്റെ ഏറ്റവും സൈഡിലായിട്ട് ഫാർമസിയും ഉണ്ട്, മരുന്നുകളും അവിടെ നിന്ന് തന്നെ ബോട്ടാണ് എന്ന് കരുതി സൗകര്യങ്ങൾക്കൊന്നും ഒരു കുറവില്ല, എല്ലാ സജ്ജീകരണങ്ങളും ഉണ്ട്.